சார் சிலது வந்து நம்ம கை மீறி தானே நடக்கும். ഒരക്ഷരം പോലും തെറ്റിയില്ല. യോഗേഷിന്റെ പടമേ അല്ല ഇത്. ഭാഗീയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഉച്ചം, ഉഷ്ണയന, മൂഞ്ചി കൃഷ്ണ. എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത്? നിങ്ങൾ എന്നെ ആർദ്രമായി അഭിനന്ദിക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും കാണില്ലല്ലോ. ഇന്റർവെല്ല് സീറ്റിൽ നിന്ന് എഴുന്നേക്കുന്ന് കാണുമെന്നാ പറഞ്ഞ, പക്ഷെ ഞാനൊക്കെ സീറ്റിൽ എഴുതി നിന്ന് പോയി. അവർ കട്ടായി പോയി. അവരിടയ്ക്ക് കട്ടായി പോയി. അബദ്ധം പറ്റിയാണെന്ന് കൂട്ടിക്കോ. നായകനല്ലേ ആര്? രജനി. കോപ്പാണ്. എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഫ്ലാഷ് ബാക്ക്. ரஜினிகாந்தோட ஆடியன்ஸ்க்காக கொஞ்சம் கம்மி பண்ணிக்கலாம் வயலன்ஸ், அந்த மாதிரி எதாவது பண்ணிருக்கீங்களா? நோ காம்ப்ரமைஸ் இன் வயலன்ஸ். ഞങ്ങൾ വെട്ടുന്ന തുണ്ട് രണ്ട് പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വെട്ടുകാരാ. And I've tried a new set of flashback for Coolie. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. And that also story demanded. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. And இது வரைக்கும் பண்ண படங்கள்ல இருந்து this set of flashback will be different. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. പടം പൊട്ടും. ஸோ கமல் வந்து இந்த படத்துல ஒரு ஸ்பெஷல் அப்பியரன்ஸ் பண்ண போறாருன்னு சொன்னா வாட் டிட் ரஜினிகாந்த் சே? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ? சார் அப்படி எதுவுமே நடக்கலையே சார். അത് നല്ലതാ, വളരെ നല്ലതാ അത്. Why Rajini sir shouldn't do Vikram and Kamal sir shouldn't do Coolie? വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. And you know, because it is written for both of them, like സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. ഇനിയിപ്പോ എന്താ അതിന്റെ അടുത്ത പരിപാടി സഹു? so അതിൽ immediate next film வந்து கைதி 2 தான். கைதி 2. yeah. ഉഗ്രനൊരു ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞു. അത് ഉഗ്രനാണോ എന്നൊക്കെ ഓഡിയൻസ് അല്ലേ തീരുമാനിക്കുന്ന റഫീഖെ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി.